ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീം ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിപ്പോൾ കേക്കിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ക്രീം വാങ്ങുക. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരിക്ക് പകരം നിങ്ങളടുത്ത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരൊഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരും അത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് വിനാഗിരി ഒഴിച്ചപാടെ അങ്ങനെ മനസ്സിലാവും. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഇവിടെ തരിതരി പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് ഒഴിച്ചോടെ വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ നീരും അതേ ഒരു അളവിലെടുക്കുക. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോരോ ചെറുനാരങ്ങയുടെ പുളിപ്പ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് വേണ്ടത്. പാൽ പിരിഞ്ഞ് വന്ന് പാൽ കട്ട വേറെ രീതിയിലും അതേപോലെ വെള്ളമായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അരിപ്പയിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അരിപ്പയിലൂടെ ഇതിൻ്റെ വെള്ളമൊന്ന് മാറ്റി കിട്ടിയാൽ മതി. അപ്പോൾ അധികം പ്രസ് ചെയ്തിട്ടൊന്നും അരക്കണ്ട. അപ്പോൾ ഈ ബാക്കി വന്ന വെള്ളം കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴക്കാം. അപ്പോൾ അതും കളയണ്ട. അപ്പോൾ നമ്മളെ ക്രീം ചീസ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സി ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിവിടെ കേക്കിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്രീം ചീസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. 1 നുള്ളു ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടി തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ അരിച്ച് ബാക്കി വന്നിട്ടുള്ള വെള്ളമില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാനിപ്പം ക്രീം ചീസിന് കേക്കിനായതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അതൊക്കെ ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ നിങ്ങൾ ഇതുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലേ ചെയ്യണ്ട. അപ്പോൾ ഇത് വീണ്ടും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളെ ക്രീം ചീസ് വേണ്ടിയത്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മളെ ക്രീം ചീസ് ഇവിടെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ 2 ആഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിനോ അതേപോലെ ചപ്പാത്തിക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് ഈ ക്രീമിന്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ തന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ടും വീണ്ടും വരാം. താങ്ക്